والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് നവാഫിൽ ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ പ്രോത്സാഹനം നൽകുന്ന ഹദീസുകൾ, അതിൻ്റെ ഫളലിനെ അറിയിക്കുന്ന ഹദീസുകൾ അടുത്തത്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أفضل الصيام بعد رمضان شهر الله المحرم وأفضل الصلاة بعد الفريضة صلاة الليل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ള നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള മുഹറം മാസത്തിലെയാണ്. നമുക്കറിയാം, റമളാനിലെ നോമ്പ് എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള നോമ്പാണ്. അപ്പം അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് എന്നുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം. ഇതിൽ രണ്ട് രീതിയിലുള്ള ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ച് കാണാം. ഒന്ന്, മുഹറം മാസത്തിലെ ആശൂറ നോമ്പ് അഥവാ മുഹറം 10 നോമ്പാണ് ഇതോട് ഉദ്ദേശിക്കുന്നത് എന്നും, അതല്ല പൊതുവായിട്ടുള്ള മുഹറം മാസത്തിലെ ഏത് ദിവസത്തിലെ എല്ലാ ദിവസത്തിലെയും നോമ്പ് ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും ഈ രണ്ട് അഭിപ്രായം ഇതിൽ കാണാം. കാരണം മുഹറം 10 നോമ്പ് ആദ്യ സമയത്ത് മുസ്ലിമുകളുടെ മേലെ നിർബന്ധമായ നോമ്പായിരുന്നു. പിന്നീട് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ആ നിർബന്ധ അവസ്ഥ നീങ്ങിപ്പോയി എന്ന് മാത്രം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മുഹറം മാസത്തിലെ നോമ്പ് ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. മറ്റൊന്ന് പറഞ്ഞത് വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, നിർബന്ധമായിട്ടുള്ള 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം അത് രാത്രി നിസ്കാരമാണ്. കാരണം നിർബന്ധ നിസ്കാരങ്ങൾക്ക് അപ്പുറത്തേക്ക് ധാരാളം സുന്നത്തായ റവാത്തിബ് നിസ്കാരങ്ങളുണ്ട്, ളുഹാ നിസ്കാരമുണ്ട്, അതുപോലെ ധാരാളം സുന്നത്തായ നിസ്കാരങ്ങളുണ്ട്. അതിലേറ്റവും അഫ്ളലായിട്ടുള്ളത് രാത്രി നിസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ രാത്രി നിസ്കാരത്തിന്റെ ഫളലിനെ അറിയിക്കുന്ന ഒരു ഹദീസാണത്. وعن عبد الله بن السلام رضي الله عنه قال أول ما قدم رسول الله صلى الله عليه وسلم المدينة. അബ്ദുല്ലാ ബിൻ സലാം മദീനയിൽ ജൂതന്മാരുടെ നേതാവായിരുന്ന വ്യക്തിയായിരുന്നു, കിതാബിൽ അറിവുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ, ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞാണ് ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ മദീനയിൽ എത്തിയ സന്ദർഭത്തിലുള്ള ഒരു കാര്യം സ്വഹാബി അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ആദ്യ സന്ദർഭത്തിൽ ഇൻജഫലന്നാസ് ഇലൈഹി, ആളുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി നോക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പുറപ്പെട്ടിരുന്നു, ഒരുമിച്ച് കൂടിയിരുന്നു. ഫകുൻതു ഫീ മൻ ജാഅഹു, അപ്പോൾ അബ്ദുല്ലാ ബിൻ സലാം പറയാണ്, അന്ന് മുസ്ലിം ആയിട്ടില്ല എന്ന് പറയാണ്, ഞാനും എന്ത് ചെയ്തു, ഞാൻ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വേണ്ടി പോയി. ഫലമ്മാ തഅമ്മൽതു വജ്ഹഹു വസ്തബൻതുഹു, ഞാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയും ആ മുഖത്തിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ശ്രദ്ധിച്ചു നോക്കി. അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബിൻ, അപ്പോൾ എനിക്ക് മനസ്സിലായി ആ മുഖം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിലേക്ക് ഞാൻ നോക്കി, ശരിക്കും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരിക്കലും ഒരു കള്ളന്റെയോ കള്ളവാദിയുടെയോ മുഖമല്ല. ഖാല ഫകാന അവ്വല മാ സമീഅതു മിൻ കലാമിഹി, എന്നിട്ട് അബ്ദുല്ലാ ബിൻ സലാം പറയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ആദ്യമായി കേട്ട വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻഖാല, അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, വഅത്ഇമുത് തആം, ആളുകളെ ഭക്ഷിപ്പിക്കുക, വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക, തദ്ഖുലുൽ ജന്നത ബിസലാം, അങ്ങനെ നിങ്ങൾക്ക് സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇത് മദീനയിലെത്തിയ ആദ്യ സമയത്ത് അബ്ദുല്ലാ ബിൻ സലാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു കേട്ട വാക്കാണ്. അപ്പോൾ മദീനയിൽ എത്തിയപ്പോൾ പറഞ്ഞ ആദ്യ വാക്കുകളിൽ പെട്ടൊരു വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കർമ്മങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ പറഞ്ഞത് എന്താണ്? ഒന്ന്, അഫ്ശുസ്സലാം, ഇസ്ലാമിന്റെ തഹിയ്യത്തുൽ ഇസ്ലാം, അതാണ് സലാം പറയുക എന്നുള്ളത്. അത് നിങ്ങൾ വ്യാപിപ്പിക്കുക. ധാരാളം ഹദീസുകളിൽ അതിന്റെ ഫളൽ വന്നിട്ടുണ്ട്, അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം, അഥവാ മുസ്ലിങ്ങളോട് സലാം പറയുക എന്നുള്ളത്. രണ്ടാമത്തേത് പറഞ്ഞു അത്ഇമുത് തആം, ഭക്ഷിപ്പിക്കുക, പ്രത്യേകിച്ച് സാധുക്കൾക്കും മിസ്കീനുകൾക്കും എല്ലാം ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക, നമ്മുടെ ഉമ്മ വഴിയുള്ള കുടുംബ ബന്ധങ്ങൾ അതെല്ലാം ബന്ധം ചേർക്കുക.
വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്യുക. അങ്ങനെ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചു. അപ്പോൾ പിന്നെ ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അതിനൊക്കെയുള്ള പ്രോത്സാഹനമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. وعن عبد الله بن عمرو رضي الله عنهما عن النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم പറഞ്ഞു في الجنة غرفة يرى ظاهرها من باطنها وباطنها من ظاهرها, സ്വർഗ്ഗത്തിൽ ഒരു ഗുറഫുണ്ട്, ഒരു പ്രത്യേകമായിട്ടുള്ള കൂടാരമുണ്ട്. അതിന്റെ പുറത്ത് നോക്കിയാൽ അകത്തേക്കും അകത്ത് നോക്കിയാൽ പുറത്തേക്കും കാണാവുന്ന തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒന്നാണ്. فقال أبو مالك الأشعري لمن هي يا رسول الله, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോൾ അബൂ മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ ആർക്കാണ് അതുള്ളത്, ആർക്കാണ് അത് ലഭിക്കുക? ഖാല, അപ്പോൾ പറഞ്ഞു ലിമൻ അതാബൽ കലാം, നല്ല സംസാരങ്ങൾ ആരാണോ സംസാരിക്കുന്നത്, വിശിഷ്ടമായ നല്ല വാക്കുകൾ ആരാണോ പറയുന്നത്, ദിക്റുകളും ഖുർആൻ പാരായണവും അതിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അതുപോലെ നല്ല നല്ല വാക്കുകൾ ആരാണോ പറയുന്നത്, വാതിഅബിത് തആം, ആരാണോ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നത്, മറ്റുള്ളവർക്ക് സാധുക്കൾക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നത്, വബാത ഖായിമൻ വന്നാസു നിയാം, രാത്രിയിൽ അവൻ നിന്ന് നിസ്കരിക്കുകയും ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണതുള്ളത് എന്ന് പറഞ്ഞു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നാവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല സംസാരങ്ങൾ സംസാരിക്കുന്നത്, അതിനെതിരായിട്ടുള്ളത് ഒഴിവാകുന്നത്, അതുപോലെ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നത്, അതുപോലെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നത്. ഇതെല്ലാം രാത്രി നിസ്കാരത്തിന്റെ ഫضലിനെ, മഹത്വത്തെ അറിയിക്കുന്ന ഹദീസുകളാണ്. وعن أبي مالك الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال, നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെ വേറെ റിവായത്തിൽ, إن في الجنة غرفا يرى ظاهرها من باطنها وباطنها من ظاهرها أعدها الله لمن أطعم الطعام وأفشى السلام وصلى بالليل والناس نيام. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, പക്ഷേ അതിലൊരു കാര്യം കൂടുതൽ വന്നു, അഫ്ഷുസ്സലാം, പിന്നെ സംസാരം നന്നാക്കുന്നതിനോടൊപ്പം ഇതിൽ സലാം വ്യാപിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി വന്നിട്ടുണ്ട്. ഇതിന്റെ വേറൊരു റിവായത്തിൽ ഇത്ര വന്നിട്ടുണ്ട്, വദ്ദറജാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദറജകൾ എന്ന് പറഞ്ഞാൽ അഥവാ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയർത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇഫ്ഷാ ഉസ്സലാം, സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത്, ഇത്ആമുത് തആം, ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളതും. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.